അമേരിക്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉന്നതതല സംഘവും അടക്കം പങ്കെടുത്ത ഒരു അത്താഴ വിരുന്ന് നടന്നു ഇന്നലെ രാത്രി. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ വിളിച്ച ഒരു അത്താഴ വിരുന്നായിരുന്നു. ഉദ്യോഗസ്ഥർ, അമേരിക്കയിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ ഈ വിരുന്നിന്റെ ഭാഗമായി പങ്കെടുത്തു. ഇതിനിടയിലാണ് ഒരു വെടിയുച്ച മുഴങ്ങുകയും ട്രംപിനെയും ഭാര്യയും ഉന്നത ഉദ്യോഗസ്ഥരെയും സുരക്ഷാ സംഘം വേദിയിൽ നിന്ന് ഉടൻ മാറ്റുകയും ചെയ്തത്. വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിനിടെയാണ്, ഒരു ഹോട്ടലിൽ വെച്ചുള്ള സംഭവത്തിനിടെയാണ് ഈ വെടിയുച്ച ഉതിർത്തത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകാം. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ട് ട്രംപിനെയും ഭാര്യയും മറ്റ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയും അവരെ സുരക്ഷിതമായി മാറ്റുകയും മറ്റുമായിരുന്നു. 5 മുതൽ 7 തവണ വരെ വെടിയുച്ച കേട്ടു എന്നാണ് ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ സുരക്ഷാ വീഴ്ചയായി കൂടി ഈ സംഭവത്തെ കാണണം. കാരണം അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സുരക്ഷ അനുഭവിക്കുന്ന ഒരു തലവൻ കൂടിയാണ്, രാജ്യതലവൻ കൂടിയാണ്. അദ്ദേഹം പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലാണ് ഇത്തരത്തിൽ അക്രമി കടന്നു വരികയും വെടിയുതിർക്കുകയും ചെയ്യുന്നത്. പിന്നീട് ഈ അക്രമിയെ അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 100 കണക്കിന് മാധ്യമപ്രവർത്തകർ, സെലിബ്രിറ്റികൾ, രാഷ്ട്രീയ നേതാക്കളൊക്കെ ഈ വിരുന്നിൻ്റെ ഭാഗമായി എത്തിയിരുന്നു. ഇവരെയും സുരക്ഷിതമായി ഒഴിപ്പിച്ചു. വേദിയുടെ നിയന്ത്രണം പൂർണ്ണമായും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഏറ്റെടുത്തു എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നത് ആശ്വാസകരമായ ഒന്നാണ്. സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ പ്രദേശം പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്. പരിപാടി തുടരട്ടെ എന്നാണ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചത്. കാരണം പരിപാടി നിർത്തിവെക്കണ്ട എന്ന് ട്രംപ് പറഞ്ഞു. എന്ത് നിശ്ചയിച്ചിരുന്നോ അത് തുടരട്ടെ എന്നാണ് പറഞ്ഞത്. മികച്ച പ്രവർത്തനമാണ് ഈ ഉദ്യോഗസ്ഥർ എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും മറ്റും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമാണ്. ഇതാണ് ഈ അക്രമിയുടെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ ഒന്ന് കാണണം. ഇയാളാണ് ട്രംപിനെയും ഒക്കെ വെടിവെച്ചത്. ട്രംപിന് നേരെയുള്ള വെടിയുതിർപ്പായിരുന്നു. പക്ഷേ ആ സമയത്ത് വളരെ പെട്ടെന്ന് ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെട്ടതുകൊണ്ട് അക്രമിയെ കീഴ്പ്പെടുത്താൻ സാധിച്ചു എന്നാണ്. വെടിവെക്കുന്ന CCTV ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്കായി ഒന്ന് കാണിക്കാം. Shall I post it as soon as he passed down that? 18, go for Look like he checked it twice. അമേരിക്കൻ പ്രസിഡന്റും കുടുംബവും മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിനിടെയാണ് വളരെ പെട്ടെന്ന് അക്രമി വെടിയുതിർത്തത്. അത് പെട്ടെന്ന് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വേദിയിൽ നിയന്ത്രണം ഏറ്റെടുക്കുകയും മറ്റുമായിരുന്നു. ഗൗരി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഗൗരി, അമേരിക്കയിൽ വെടിവെപ്പ് എന്നൊന്നും പറയുന്നത് അത്ര നമ്മളെന്നും പലപ്പോഴും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ്. പക്ഷേ പ്രസിഡന്റ് കൂടി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ സുരക്ഷാ വീഴ്ച എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം കൂടും അല്ലേ രഞ്ജിത്ത്? അതെ, വൈറ്റ് ഹൗസിൽ എല്ലാ വർഷവും മാധ്യമ പ്രവർത്തകർക്കായി നടത്തുന്ന ഒരു അത്താഴ വിരുന്നുണ്ട്. അതായിരുന്നു ഇന്നലെ അമേരിക്കൻ സമയം ശനിയാഴ്ച രാത്രി ഹിൽട്ടൺ ഹോട്ടലിൽ വെച്ച് നടക്കുന്നത്. അതിനിടയിലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം. 5 മുതൽ 8 തവണ വരെ വെടി ശബ്ദം കേട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആർക്കും പരിക്കില്ല. പുറത്ത് ഈ ഹിൽട്ടൺ ഹോട്ടലിൽ അത്താഴ വിരുന്ന് നടക്കുന്ന ഹാളിന് പുറത്തായിട്ട് ഒരു മെറ്റൽ ഡിറ്റക്ടർ വെച്ചിരുന്നു. അപ്പോൾ അതിൽ കൂടി ഒരാൾ കയറാൻ ശ്രമിക്കുകയും ആ മെറ്റൽ ഡിറ്റക്ടറിൽ ഈ തോക്ക് കാണുകയും ചെയ്തു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസേഴ്സ് അദ്ദേഹത്തെ തടയുന്നുണ്ട്. പക്ഷേ ആ തടയുന്ന സമയത്താണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേരെ വെടിവെക്കുകയും ഒരു ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റ് ധരിച്ചിരുന്നത് കൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെടുകയുമായിരുന്നു. ഈ കാര്യം കുറച്ചു കഴിഞ്ഞ് പ്രസ് മീറ്റിൽ ട്രംപ് പറയുകയും ചെയ്തിരുന്നു. വേദിയിൽ
ഡൊണാൾഡ് ട്രംപിനൊപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ നിരവധി പ്രമുഖർ ഉണ്ടായിരുന്നു. ഭാര്യ മെലാനിയ, JD വാൻസ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അടക്കം ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ നിരവധി പേർ പങ്കെടുത്ത ഒരു വേദി കൂടിയായിരുന്നു ഈ വെടിയൊച്ച കേട്ടപ്പോൾ തന്നെ സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥർ ട്രംപിനും മെലാനിക്കും ചുറ്റും ഒരു സംരക്ഷണ കവചം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ പുറത്ത് ഇറക്കുകയും ചെയ്തു. ഉടൻ തന്നെ ബാക്കിയുള്ളവരെയെല്ലാം ഹോട്ടലിൽ നിന്ന് സുരക്ഷിതമായി മാറ്റി. 1 മണിക്കൂറിനകം തന്നെ ഈ വെടി വെച്ച ആളെ പിടികൂടിയതായി ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. പ്രസ് മീറ്റിൽ ട്രംപ് ഷൂട്ടറിനൊരു ഈവിൾ ലുക്ക് ഉള്ളതായി പറഞ്ഞിരുന്നു. അതേപോലെ ഒരുപാട് ചെയ്യുന്ന ആൾക്കാരെയാണ് ഇതേപോലെ ആക്രമിക്കുന്നത് എന്നും അദ്ദേഹം പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി. എന്തായാലും ഈ മുടങ്ങിപ്പോയ ഈ അത്താഴ വിരുന്ന് 30 ദിവസത്തിനകം നടത്തും, റീഷെഡ്യൂൾ ചെയ്യും എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ വളരെ നല്ല ഒരു ജോലിയാണ് ഇത് ചെയ്തത്. അവർ വളരെ ഭംഗിയായി അവരുടെ ഡ്യൂട്ടി നിറവേറ്റി എന്നും പ്രസ് മീറ്റിൽ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും രഞ്ജിത്ത് പറഞ്ഞതുപോലെ അമേരിക്കയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും സുരക്ഷ സേനയുള്ള ഒരു നേതാവാണ്. ഈ രീതിയിൽ ഒരു സുരക്ഷാ വീഴ്ച തന്നെയായിട്ട് പറയാം. അദ്ദേഹത്തിൻ്റെ അടുത്തെത്തിയില്ലെങ്കിലും ആ ഹോളിന് പുറത്ത് വരെ ഒരു തോക്കുമായി ഒരാൾ എത്തി എന്ന് പറയുന്നത് ഒരു വലിയ സുരക്ഷാ വീഴ്ച. തീർച്ചയായും ഗൗരി പറഞ്ഞതുപോലെ വലിയ സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് സീക്രട്ട് സർവീസ് ഏജൻസീസ് വളരെ ഗൗരവമായി എടുത്ത സാഹചര്യം കൂടിയുണ്ട്. പെട്ടെന്ന് തന്നെ ഡൊണാൾഡ് ട്രംപിനെയും മെലാനിയെയും, ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യ അമേരിക്കയുടെ പ്രഥമ വനിത മെലാനിയെയും സംഭവ സ്ഥലത്ത് നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടു. വളരെ വേഗം തന്നെ ട്രംപിനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ചുറ്റും സുരക്ഷാ ഉദ്യോഗസ്ഥർ വളഞ്ഞു. അവരെ വളരെ കൃത്യമായി തന്നെ ഇവർ നിയന്ത്രണത്തിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മാധ്യമപ്രവർത്തകരെ പിന്നീട് ട്രംപ് അഭിസംബോധന ചെയ്യുകയും മറ്റും ചെയ്തു. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് പരിക്കേറ്റു എന്നുള്ള വിവരം കൂടി ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ അക്രമി വളരെ വേഗം തന്നെ ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്ന സ്ഥലത്തേക്ക്, ഹോട്ടലിനുള്ളിലേക്ക് കടന്നു വരാനുള്ള ഒരു ശ്രമത്തിലായിരുന്നു. തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ വെടിയൊച്ച കേട്ടപ്പോൾ ഇയാളുടെ ഒരു അസ്വാഭാവികത മനസ്സിലാക്കിയപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇയാളെ കീഴ്പ്പെടുത്തുകയും മറ്റുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കും, ഈ ട്രംപിനൊപ്പം പങ്കെടുത്ത ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നൽകുന്ന ഒരു വിവരമായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്, നേരത്തെ എന്തുകൊണ്ട് ഈ അക്രമിയുടെ ദൃശ്യങ്ങൾ, ഫോട്ടോയും മറ്റും പുറത്തു വിട്ടു. ഇപ്പോൾ ഹോട്ടലിന് പുറത്തുള്ള ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർ കാണണം. ഈ സംഭവം ഏറെ പരിഭ്രാന്തി ഉണ്ടാക്കി ആ മേഖലയിൽ. Where's it coming from? Where's it coming from? Upstairs, left, down the stairs. Where's it coming from? Over there. Answer up! Where's it coming from? What's your crossfire? Look out! Bro, somebody go. We got one down. In there. Jim! What the? ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വളരെ അടുത്ത് നിന്ന് ആക്രമി വെടിവെച്ചിട്ടുണ്ട് എന്നുള്ള ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ പോസ്റ്റ് കൂടി പുറത്തു വരുന്നു. അതായത് ഒരാൾക്ക് പരിക്കേറ്റുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അമേരിക്ക പോലെ ഇത്ര അധികം സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു രാജ്യം, അവരുടെ ഏറ്റവും പ്രധാനിയായ പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലാണ് അക്രമിക്ക് ഒരുപക്ഷെ നേരത്തെ ഗൗരി പറഞ്ഞതുപോലെ ഈ ട്രംപിന്റെ അടുത്തേക്കെങ്കിലും എത്താൻ സാധിക്കുന്നത്, ട്രംപിന്റെ അടുത്തല്ലെങ്കിൽ പോലും ട്രംപിന്റെ ഹോട്ടലിന്റെ പരിസരത്തെങ്കിലും എത്താൻ സാധിക്കുന്നത് എന്നുള്ള ഏറ്റവും ഗൗരവതരമായ കാര്യമാണ്. ഒരു സീക്രട്ട് സർവീസ് ഏജന്റിനെ വളരെ അടുത്ത് നിന്ന് ആക്രമിച്ചിട്ടുണ്ട്, വെടിവെച്ചിട്ടുണ്ട്. അയാളുടെ നില തൃപ്തികരമാണ്, വളരെ ധൈര്യശാലിയാണ് ആ ഓഫീസർ, ഞങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പെൻസിൽവാനിയയിലും
പാം ബീച്ചിലും മറ്റും ട്രംപിന് നേരെ തെരഞ്ഞെടുപ്പിന് മുൻപ് അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഒരു തവണ ട്രംപിന് ചെവിക്ക് പരിക്കേൽക്കുകയും മറ്റും ചെയ്തു. അത് വലിയ ചർച്ചയായ പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഈ അറസ്റ്റിലായ അക്രമി ഒരു അസുഖബാധിതനാണ് എന്നാണ് ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യൽ, അതായത് ഏതൊരു മാനസിക രോഗത്തിന് ചികിത്സയിലുള്ള ആളാണ് എന്ന തരത്തിലുള്ള ചില നിഗമനങ്ങളും മറ്റും വരുന്നുണ്ട്. ഏതായാലും വാഷിംഗ്ടൺ DC-യിൽ വൈകുന്നേരം സീക്രട്ട് സർവീസ് സുരക്ഷാ ഉദ്യോഗസ്ഥരും മറ്റും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചു. പോലീസ് നിർദ്ദേശം ഈ പരിപാടി തുടരണമെന്നുള്ള ആവശ്യം കൂടി ട്രംപ് മുന്നോട്ട് വെച്ചു. അത് വരും ദിവസങ്ങളിൽ നടക്കും എന്നുമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഏതായാലും അമേരിക്കയെ ഞെട്ടിച്ച ഒരു അക്രമ സംഭവമായി ഇത് മാറുകയും ചെയ്തു. അക്രമിയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തുവിട്ടു. എന്തുകൊണ്ട് ആ ദൃശ്യങ്ങൾ പുറത്തുവിട്ടു എന്ന് ചോദിച്ചപ്പോൾ അതൊരു സുതാര്യതയുടെ ഭാഗമായാണ് എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.